അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട മുഹമ്മദ് കുട്ടി സാഹിബ് പറഞ്ഞതുപോലെ നാട്ടിലൊക്കെ പോയിരുന്നു. പിന്നെ ചില തിരക്കുകളിലും അതിനെ കുറച്ച് മുമ്പ് നെറ്റൊന്നും ശരിക്കും ക്ലിയറായിട്ട് കിട്ടിയിരുന്നില്ല. അതിനുശേഷം നാട്ടിൽ പോയി പിന്നെ കുറെ തിരക്കുകളും കുറെ സംഘടനാ തിരക്കുകളും എല്ലാ തിരക്കുകളൊക്കെ ആയിട്ട് പലപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷെ റേഡിയോയിലോ മറ്റുമൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് ക്ലാസ് റൂമിലൊന്നും അങ്ങനെ സജീവമായിട്ട് വരാനൊന്നും കഴിഞ്ഞിരുന്നില്ല. പക്ഷെ വിവരങ്ങളും എല്ലാം അറിയുകയും ക്ലാസ് റൂമിൽ പലപ്പോഴും ഒക്കെ കേൾക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഏതായിരുന്നാലും തിരക്കുകൾ കുറഞ്ഞിട്ടൊന്നുമില്ല. തിരക്കുകളിലൊക്കെ തന്നെയാണ്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലാഹു തആല നമുക്കൊക്കെ ഖൈറും റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും ബർസഖിയായ ജീവിതം അല്ലാഹു തആല സുഖത്തിലും സന്തോഷത്തിലും ആക്കിക്കട്ടെ. അടുത്ത കാലത്തായി നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മീന ദുരന്തത്തിലും അതിനു മുമ്പുണ്ടായ ഹറമിലെ ക്രൈം ദുരന്തങ്ങളിലും ഒക്കെ മരണപ്പെട്ട ഒരുപാട് ആളുകൾ അല്ലാഹു തആല അവർക്കൊക്കെ മഗ്ഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കുകയും അവരുടെ കുടുംബത്തിന് അല്ലാഹു തആല സമാധാനവും സ്വബറും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. അതുപോലെ തന്നെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമുന്നതനായ നേതാക്കൾ, അവരുടെയൊക്കെ ആണ്ടിലൊക്കെയാണല്ലോ, ആണ്ടിന്റെ മാസമൊക്കെയാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്. ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് അടക്കമുള്ള മഹാന്മാരായിരിക്കുന്ന ആളുകൾ, അല്ലാഹു തആല അവരെയും നമ്മെയും അവന്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്, വളരെ നല്ല നിലയിൽ നമ്മുടെ ക്ലാസ് റൂം മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് അറിയലും. ബഹുമാനപ്പെട്ട നമ്മുടെ നാസി ഉസ്താദിന്റെ കുട്ടികള്, നമ്മളെ ചെറിയ കുട്ടികളാണെങ്കിലും അവരൊക്കെ എപ്പോഴും നമ്മളോട് പറയാറുണ്ട്, ക്ലാസ് റൂമിൽ ഉസ്താദ് ഇടയ്ക്കൊക്കെ വരണം, വെറും റേഡിയോയിലും മറ്റൊന്നും ഇരുന്നാൽ പോരാ എന്നൊക്കെ പറയലുണ്ട്. സമയം അതിനുശേഷം കുട്ടികൾ തന്നെ പറയും, ഉസ്താദ് ഭയങ്കര തിരക്കിലായതുകൊണ്ടാണെന്നൊക്കെ. അങ്ങനെ തിരക്കെന്ന് പറഞ്ഞാൽ തിരക്കൊന്നുമില്ല. പക്ഷേ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ അബുദാബി SKSF-ന്റെ സംഘടനാ രംഗത്തൊക്കെ ഉണ്ട്. അതുകൊണ്ട് പലപ്പോഴും തിരക്കിലൊക്കെ ആയിരിക്കും. അൽഹംദുലില്ലാഹ്, കാരണം രാത്രി കാലങ്ങളിലാണ് ഒഴിവ് കിട്ടുക. ആ സമയത്താണ് നമ്മളെ പല പരിപാടികളും ഉണ്ടാവുക. രാത്രി ഇശാന് ശേഷമാണ് ഒഴിവ് കിട്ടുക. ആ സമയങ്ങളിൽ മറ്റു പല പരിപാടികൾ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടാണ് സത്യത്തിൽ തിരക്ക്. അതല്ലാതെ 24 മണിക്കൂറും തിരക്ക് എന്നല്ല ഉദ്ദേശിച്ചത്. അൽഹംദുലില്ലാഹ്, ഏതായിരുന്നാലും ഇങ്ങനെ നമ്മൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ ആദർശത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരുമിച്ചുകൂടി നമ്മുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുക എന്നുള്ളത് സന്തോഷം നൽകുന്ന കാര്യങ്ങൾക്കപ്പുറം നമ്മുടെ ജീവിത വിജയമാണ് ഇതുകൊണ്ട് നമ്മൾ ലക്ഷ്യീകരിക്കുന്നത്. അത് അല്ലാഹു തആല അങ്ങനെ തന്നെ ആക്കി നൽകട്ടെ എന്നതാ. കാരണം നമ്മുടെ മരണം ഒന്നും നമ്മൾ തീരുമാനിക്കുന്നതല്ല. നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ അല്ലെ, കഴിഞ്ഞ മീന ദുരന്തങ്ങളിലും, സത്യത്തിൽ മീനയുടെ ദുരന്തം അത് ഈ വർഷം മാത്രമുള്ള ദുരന്തം ഒന്നുമല്ല, മുമ്പും ദുരന്തങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഒന്നുണ്ട്, ആധുനിക സംവിധാനങ്ങൾക്കൊന്നും പടച്ച തമ്പുരാന്റെ ഖളാഇനെ മാറ്റിമറിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവും കൂടിയാണ്. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. കാരണം ഏത് സമയത്താണ് എപ്പോഴാണ് നമ്മൾ മരണപ്പെട്ടു പോവുക എന്ന് നമുക്കറിയില്ല. പക്ഷേ നമ്മൾ സ്നേഹിച്ചവരോടുകൂടെ നമ്മൾ എത്തണമെങ്കിൽ നമ്മുടെ സ്നേഹം നല്ലവരോടുകൂടെയായിരിക്കണം. അതാണ്. അത് നമ്മളാരെ സ്നേഹിക്കുന്നു, നമ്മൾ അവരോടൊപ്പമാണ് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ പരസ്പരമുള്ള ഈ സ്നേഹവും പരസ്പരമുള്ള ഈ ഒത്തുകൂടലും നാളെ നല്ല നിലയിൽ സ്വർഗീയ ലോകത്ത് കണ്ടുമുട്ടാൻ വേണ്ടിയിട്ടാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നെ അതാണ്.
ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മർഉ അലാ ദീനി ഖലീലിഹി. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ തന്റെ സഹോദരനോട് കൂടെയായിരിക്കും. അവൻ എപ്രകാരമായിരിക്കുമോ അപ്രകാരമായിരിക്കും ഇവന്റെയും ആദർശം. പിന്നെ രണ്ട് വ്യക്തികളുടെ ആദർശം പരസ്പര വൈരുദ്ധ്യാണെങ്കിൽ അത് ദുനിയവിയായ ലാഭത്തിന് വേണ്ടിയായിരിക്കും. ഉഖ്റവിയായിരിക്കുന്ന ലാഭത്തിന് വേണ്ടിയിട്ടാണ് രണ്ട് വ്യക്തികൾ പരസ്പരം യോജിപ്പിലെത്തുന്നത് എങ്കിൽ രണ്ടുപേരുടെയും ആദർശം ഒന്നായിരിക്കും. അതുകൊണ്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ. അതുകൊണ്ട് ആരോടാണ് കൂട്ടുകൂടുന്നത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. പച്ചയായിട്ട് എല്ലാം ബോധ്യപ്പെട്ടിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, രണ്ട് കാര്യലാഭമായിരിക്കും അവസാന കാലഘട്ടത്തിൽ. ഒന്ന് അൽ ബത്നു വൽ ഫർജു. രണ്ടും വെളിവാക്കി പറയുന്നില്ല. അങ്ങനെ ചില ആളുകളൊക്കെ ഉണ്ടാകും. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. വയറാണ് അവരുടെ പ്രശ്നം. വയറാണ് അവരുടെ പ്രശ്നം. അങ്ങനത്തെ ചില ആളുകളൊക്കെ ഉണ്ടാകും. അവര് ബോധ്യപ്പെട്ടിട്ടും ചിലപ്പോ വ്യക്തമായ സത്യമായ ആദർശത്തിൽ നിന്ന് അവർ പിന്മാറും. അത് ദുനിയവിയായ ലാഭമാണ്. ഉഖ്റവിയായിരിക്കുന്ന ലാഭമാണ്, ഉഖ്റവിയായ ഒരു കച്ചവടമാണ് ഇവർ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ കച്ചവടം നല്ല ആളുകളോടുകൂടെ ആയിരിക്കണം എന്നതാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അങ്ങനെയാണ് അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയാണ് പറഞ്ഞത്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എന്നാണ് എപ്പോഴാണ് നമ്മൾ മരിക്കാനൊന്നും അറിയില്ല. മരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ നവ്വറല്ലാഹു മർക്കദ അവർ ഈ ലോകത്തോട് മരണപ്പെട്ടത്, ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയതുപോലെ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കെട്ടി ഉസ്താദ് അവരൊക്കെ വിട പറഞ്ഞതുപോലെ ഉച്ചത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കാൻ ജനങ്ങൾ കണ്ടുകൊണ്ട് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കെ പുഞ്ചിരിച്ചിട്ടുള്ള ഒരു മരണം എന്നൊക്കെ പറയില്ലേ, അത് നല്ല മരണത്തിന്റെ ലക്ഷണം. അങ്ങനെ മരിക്കാനുള്ള ഒരു സൗഭാഗ്യം. അതുകൊണ്ടാണ് ഈ നല്ല കൂട്ടുകൂടലിന്റെ ഒക്കെ നമ്മുടെ ലക്ഷ്യം. അല്ലാഹു തആല നമ്മെ അങ്ങനെ അനുഗ്രഹിക്കട്ടെ. കാരണം അങ്ങനെ തന്നെയാണ് സംഭവിക്കുള്ളൂ. കാരണം ഒരു കവി പറഞ്ഞിട്ടുണ്ടല്ലോ, അനിൽ മർഇ ലാ തസ്അൽ വസൽ അൻ ഖരീനിഹി ഫകുല്ലു ഖരീനിൻ ബിൽ മുഖാരീനി യഖ്തദീ. ഒരു മഹാനായ കവി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരു സുഹൃത്തിനെ തേടി ഒരാൾ പോവുകയാണെങ്കിൽ ഒരു സുഹൃത്തിനെ കുറിച്ച് അന്വേഷിക്കുകയാണ്. ആ സുഹൃത്തിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് തന്നെ അന്വേഷിക്കണമെന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ സുഹൃത്ത് ബന്ധങ്ങൾ എങ്ങനെയുണ്ട് എന്ന് അന്വേഷിച്ചാൽ മതി. ആ സുഹൃത്തിനെ പോലെ ആയിരിക്കും ഇവനുന്ന. അതുകൊണ്ട് നല്ല ആളുകളുമായിട്ടുള്ള സഹവാസം. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് റൂമിലൊക്കെ ഇങ്ങനെ വന്നിരിക്കാനുള്ള ഒരു ഉദ്ദേശം, ഒരു നിയ്യത്തും. ഈ നിയ്യത്തിലൂടെ നമുക്ക് ആഖിറം രക്ഷപ്പെടണം. ദുനിയവിയായ ലാഭമൊക്കെ ചില ആളുകൾക്ക് ഉണ്ടാകും. അവര് ഉദ്ദേശശുദ്ധിയില്ലാതെ മറ്റു പലരുമായിട്ട് കൂട്ടുകൂടും. അതൊക്കെ അവരുടെ വയറിന് വേണ്ടിയിട്ടായിരിക്കും എന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. നമുക്ക് ലക്ഷ്യം നല്ല മരണം, അള്ളാഹുവിനെ നല്ല നിലയിൽ കണ്ടുമുട്ടുക എന്നുള്ളതാണ്. അത് അള്ളാഹും അത് തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ നന്മ വർദ്ധിപ്പിക്കുക, യാതൊരു നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു കളങ്കവുമില്ലാതെ എന്നാണ്. സൂറത്തുൽ കഹ്ഫിന്റെ അവസാനം അതല്ലേ പറഞ്ഞത്. അതുകൊണ്ട് അനിൽ മർഇ ലാ തസ്അൽ വസൽ അൻ ഖരീനിഹി ഫകുല്ലു ഖരീനിൻ ബിൽ മുഖാരീനി യഖ്തദീ. ഒരു മനുഷ്യനെ കുറിച്ച് നീ ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ തന്നെ കുറിച്ച് അറിയണമെന്നില്ല. അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ വിശേഷണങ്ങളെ കൊണ്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കണം എന്നൊന്നുമില്ല. അദ്ദേഹത്തിന്റെ സുഹൃത്ത് എങ്ങനെയുണ്ട് എന്ന് നോക്കിയാൽ മതി. അത് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യാറുണ്ട്. നമ്മളിപ്പോ കല്യാണം അല്ലെങ്കിൽ വിവാഹമൊക്കെ, നമ്മുടെ പെൺകുട്ടിക്ക് ഒരു വിവാഹാന്വേഷണം വന്നു, അത് അന്വേഷിക്കാൻ വേണ്ടി ചെക്കനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ആദ്യം നമ്മൾ അന്വേഷിക്കുക ചെക്കൻ എങ്ങനെയുണ്ട് എന്ന് അന്വേഷിക്കാമെന്നില്ല. ചെക്കന്റെ കൂട്ടുകെട്ട് വായനശാലയിലും സമാജത്തിലൊക്കെ പോയിരിക്കേണ്ട സമാജം എങ്ങനത്തെ നിലക്കുള്ള സമാജമാണ്. നല്ല ഉഷാറിൽ ആടിപ്പാടുന്ന സമാജാണെങ്കിൽ നമ്മുടെ മക്കളെ അങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കൂല, അല്ലെ?
എന്നാൽ ഇവനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല, ഇവന്റെ കൂട്ടുകെട്ട് മാത്രം അന്വേഷിച്ചാൽ മതി. ഇത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിനോട് സമാനമായിട്ടൊരു കവി പറഞ്ഞതാണ്. ഫകുല്ലു ഖരീനിൻ ബിൽ മുഖാരീനി യഖ്തദീ. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ പരസ്പരം കാണുന്നില്ല, പക്ഷേ നമ്മൾ കാണുന്നില്ലെങ്കിലും നമ്മൾ കണ്ടവരെക്കാൾ അടുപ്പം ഉള്ളവരാണ്. കണ്ടവര് തമ്മിൽ എത്ര അടുപ്പുണ്ട്, അതിനേക്കാളും നമ്മൾ അടുപ്പുണ്ട്. ഈ അടുപ്പാണ് പറയുന്നത്. നമ്മൾ കാണാതെ നിലക്കുള്ള ഈ അടുപ്പം, അത് മഹബ്ബത്തിന്റെ അടുപ്പാണ്. ഏത് മഹബ്ബത്ത്? രണ്ട് സഹോദരങ്ങൾ തമ്മിൽ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹം, ആ ഒരു മഹബ്ബത്താണ്. അത് നമുക്കെന്തിൽ ആഭാപതിലുള്ളത്? നമ്മൾ കാണുന്നില്ലല്ലോ. ഒന്ന് അയ്യമ്മോല് കണ്ടിട്ട് സംസാരിച്ചിട്ട് പോലുമില്ല നമ്മൾ. പിന്നെ അതല്ലെങ്കിൽ സ്കൈപ്പിലൊന്നൊക്കെ കണ്ടിട്ട് കാരണം നമുക്കത് ലക്ഷ്യമല്ല. അപ്പൊ നമ്മുടെ ലക്ഷ്യം അത് അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളതാണ്. അള്ളാഹ് എപ്പോഴാണ് നല്ല നിലക്ക് കണ്ടുമുട്ടാൻ നമുക്ക് അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഏത് സമയത്താണ് മരിക്കാമെന്ന് അറിയില്ല അല്ലെ. ഒരുപാട് പാവങ്ങൾ ഹജ്ജിന് വന്നിട്ട് ദുരന്തത്തിൽ പെട്ടിട്ട് രണ്ട് അപകടം ഇപ്പൊ ഈ വർഷം ഉണ്ടായത്. ക്രൈൻ അപകടം, മീന അപകടം. സത്യത്തിൽ മീനാപകടം എന്നുള്ളത് അത് ഒരുപാട് മുമ്പുണ്ട് അല്ലെ. 2004, 2006, 2008 അവസാനമായത് 2008 അല്ല 2008 വളരെ ഉഷാറായിട്ട് മീനയിലെ എല്ലാവിധ സെറ്റപ്പും ആധുനിക സംവിധാനങ്ങളോട് കൂടിയിട്ട് 5 തട്ടൊക്കെ ജംറകളാക്കിയപ്പോ അപ്പൊ എല്ലാവരും ഇല്ല മീന ദുരന്തത്തിന് വിട എന്നൊക്കെ. എന്നിട്ട് എന്തുണ്ടായി? അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയമുണ്ട്. അല്ലാഹു തആല ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കാവലാണ് ഏറ്റവും വലിയ കാവല്. ആധുനിക സംവിധാനങ്ങൾക്കൊന്നും നമ്മളുടെ മരണം അതല്ലെങ്കിൽ നമ്മുടെ അപകടം ഇതൊന്നും തടഞ്ഞു നിർത്താനില്ല, കഴിവില്ല. ഇത് നമുക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു മഹാനാകുന്ന ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹുവിന്റെ കവിത ഉണ്ട് അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഏകദേശം അടുത്ത് മക്കയിലെ ജബലു സൗറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജബലു സൗറിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴല്ലേ മഹാനാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചൊരു ചോദ്യമുണ്ട് നബിയെ. കാരണം എന്താ? മക്കയിലുള്ള എല്ലാ പർവ്വതങ്ങളും അരിച്ചു പൊറുക്കിയിട്ടുണ്ട്. നല്ല സമ്മാനമല്ലേ കിട്ടാൻ പോകുന്നത്. 100 ചുവന്ന ഒട്ടകാണ് സമ്മാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പിന്നെ ആരാ തിരയാതിരിക്കാം? എന്നാലോ എല്ലാവരും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിടിക്കാൻ വേണ്ടി മക്കയിലെ മുഴുവൻ മലകളും അരിച്ചു പൊറുക്കിയിട്ടുണ്ട്. ഒരു മലയിൽ നിന്നും ഒരു ഗുഹയിൽ നിന്നും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടെന്ന് അവസാനം പറയുന്നുണ്ട് മഹാനാകുന്ന ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു. എന്തുകൊണ്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല? ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ വാക്ക് തന്നെ പറയാം. വമാ ഹവൽ ഗാറു മിൻ ഖൈരിൻ വമിൻ ശറഫി വകുല്ലു തർഫിൻ മിനൽ കുഫാരി അൻഹു അമീം. ഇമാം ബുസ്രി റളിയല്ലാഹു തആല വമാ ഹവൽ ഗാറു മിൻ ഖൈരിൻ വമിൻ ശറഫി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ബുസ്രി ഇമാം അവരിൽ കൊടുത്ത പേരാണ് ഖൈർ, ഷറഫ്. എന്തൊരു സാഹിത്യ സമ്പുഷ്ടാണ് അല്ലെ. ഖൈർ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഷറഫ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഗുഹയിൽ ഒരുമിച്ച് കൂട്ടിയത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസാത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ട് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു ആ ഹിജ്റയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയിരുന്ന ഗാർ സൗറിൽ പോയിരുന്ന സംഭവം വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. വകുല്ലു തർഫിൻ മിനൽ കുഫാരി അൻഹു അമീം. എന്നിട്ട് എന്തുകൊണ്ട് അവർ കണ്ടില്ല? അവരുടെ കണ്ണിന് കാഴ്ച കുറവായിരുന്നോ? കണ്ണിന് കാഴ്ച കുറവുള്ളവർ അന്ന് കണ്ണട ഇല്ലാത്തതുകൊണ്ടാ? കണ്ണട ഇല്ലാത്തതുകൊണ്ടൊന്നല്ല, നമ്മളെക്കാൾ കാഴ്ച ശക്തി അന്ന് ഉണ്ടായിരുന്നു. എന്തുകൊണ്ട്? ഇന്നിപ്പോ നമ്മൾ ഈ വിഷങ്ങളൊക്കെ കഴിച്ചിട്ടാണല്ലോ നമുക്ക് കണ്ണിന് കാഴ്ച ഇല്ലാത്തത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരഞ്ഞു പിടിക്കാൻ വേണ്ടി 100 ഒട്ടകം സമ്മാനം മേടിക്കാൻ വേണ്ടി കുഫാറിൽ നിന്നുള്ള ഒരു വലിയ പട തന്നെ അന്വേഷിച്ചിറങ്ങി. കണ്ടെത്തിയില്ല, എവിടെയും കണ്ടെത്തിയില്ല. കാരണം എന്താ? അല്ലാഹു തആല അവരുടെ കണ്ണിന് അന്ധത കൊടുത്തിട്ടുണ്ട്. അത് കാണാനുള്ള. അപ്പൊ കണ്ണിന് കാഴ്ചല്ല, നമുക്കിത് മനസ്സിലാകുന്നുണ്ട് അല്ലെ. കണ്ണിന് കാഴ്ചല്ല,
അതന്നെ നമ്മുടെ വിശ്വാസം, അതന്നെ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം, അതന്നെ വളരെ സ്പഷ്ടമായ വിശ്വാസം. കാരണം എന്താ? കണ്ണിന് കാഴ്ച അല്ലാഹു തആല അപ്പം നൽകണം, എന്നാലേ കാഴ്ചയുള്ളൂ. കത്തിക്ക് മൂർച്ചയില്ല എന്നുള്ളത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അറവ് നടത്തിയപ്പോൾ നമുക്കറിഞ്ഞല്ലോ കത്തിക്ക് മൂർച്ചയില്ലാന്ന്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തെരഞ്ഞു പിടിക്കാൻ വേണ്ടി മക്കയിലുള്ള മുഴുവൻ മലകളും കയറിയിറങ്ങി, മുഴുവൻ ഗുഹകളും അന്വേഷിച്ചിറങ്ങി, തെരഞ്ഞു പിടിച്ചു. ഒറ്റ ഗുഹയും ഇനി ബാക്കിയില്ല. ഒരേ ഒരു ഗുഹ, അത് ജബൽ സൗറിലുള്ള ഗാറ് സൗറാണ്. ഗാറ് സൗറിന്റെ പരിസരത്തും വന്നു. ഗാറ് സൗറിന്റെ മുകളില് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തത സഹചാരി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇവരുടെ കാൽപാദം ഇങ്ങനെ കാണുന്നുണ്ട്. പടച്ചോനെ എന്താണ് സംഭവിക്കുക? സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് വിഷമം, അത്രമാത്രം സ്നേഹത്തിന്റെ. അതുകൊണ്ടാണല്ലോ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് ആ സ്ഥാനമാനം കിട്ടിയതും മഹബ്ബത്ത് കൊണ്ട് കിട്ടിയതാ, അല്ലാതെ എന്തുകൊണ്ടാണ്? കാരണം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചിലപ്പോ പിന്നിൽ നടക്കും, ചിലപ്പോ മുമ്പിൽ നടക്കും, ചിലപ്പോ വലഭാഗത്ത് നടക്കും, ചിലപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചിട്ടുണ്ടാകും തമാശ രൂപത്തിലാണെങ്കിൽ, എന്താ സിദ്ദീഖ് നിങ്ങൾ ഈ കളിക്കുന്നത് അല്ലേ? നമ്മളെ മാതിരിയാണെങ്കിൽ അങ്ങനെയല്ലെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും. അപ്പൊ പറഞ്ഞു, നബിയെ എനിക്ക് ചിലപ്പോ തോന്നും ഈ ഭാഗത്ത് നിന്ന് ശത്രുക്കൾ വരുന്നുണ്ട്, അപ്പൊ ഞാൻ വലഭാഗത്തേക്ക് നിൽക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം എനിക്ക് തോന്നും ഇടഭാഗത്ത് നിന്നെങ്ങാനും ശത്രുക്കൾ വരുന്നുണ്ടോ, അപ്പൊ ഞാൻ അങ്ങോട്ട് മാറും. അല്ല, ഞാൻ കളിക്കല്ല നബിയെ, ഞാൻ അങ്ങയോടുള്ള സ്നേഹം കൊണ്ട. ഈ സ്നേഹം എവിടെയും പറഞ്ഞു, ഈ സ്നേഹം ഒറ്റാത്ത സ്നേഹം, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്വന്തം ജീവനക്കാളുമുള്ള സ്നേഹം, സ്വന്തം ജീവനക്കാളുമുള്ള സ്നേഹം പ്രകടിപ്പിച്ച് അവിടുന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പുണ്യ നബിയെ അവരുടെ കാൽപാദമാണ് ആ കാണുന്നത്, അവര് താഴത്തേക്കൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ കാണൂലേ നബിയെ എന്ന് ചോദിച്ചു. അവർ ചോദിച്ചൊരു രംഗുണ്ട്. അപ്പൊ യാതൊരു കൂസലുമില്ലാതെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്. യാ അബൂബക്കർ ബിസ്നൈൻ അല്ലാഹു സാലിസുഹുമാ. എന്താ സിദ്ദീഖേ, നിങ്ങൾ എന്തായി ധരിച്ചു വെച്ചിരിക്കുന്നത്? നമ്മൾ മാത്രമാണോ? അള്ളാഹു നമ്മളോട് കൂടെയില്ലയോ? നമ്മൾ മാത്രമാണോ ഇവിടെ? നമ്മളുടെ മുഴുവൻ കാര്യങ്ങളും, നമ്മൾ വീട്ടിൽ നിന്നിറങ്ങിയത്, നമ്മൾ അവിടെ താമസിക്കണം, എപ്പോൾ താമസിക്കണം, ഏത് ഗുഹ തെരഞ്ഞെടുക്കണം, ഏത് മല തെരഞ്ഞെടുക്കണം, അവിടെ എത്ര താമസിക്കണം, ഇതെല്ലാം തീരുമാനിച്ചത് ആരാണ്? നമ്മളാണോ? ഒന്നും നമ്മളല്ലല്ലോ, പിന്നെ എന്തിനു നമ്മൾ ഭയപ്പെടണം? അത് തവക്കുലിന്റെ ഭാഷയിൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളങ്ങ് പറഞ്ഞു. എന്നാൽ ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇതെന്തുകൊണ്ടാണ്? അപ്പൊ അല്ലാഹു തആല അങ്ങനെ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ താമസിക്കണം. കാരണം എന്താ? ഇങ്ങനെ താമസിച്ചാലും അവരവിടെ തെരഞ്ഞു വരും, അവരവിടെ തെരഞ്ഞു വന്നാലും അവർ നോക്കും. അവർ നോക്കുമ്പോ അവരുടെ കണ്ണുകൾക്ക് നമ്മൾ അന്ധത കൊടുക്കും. എന്തുകൊണ്ട് അന്ധത? ഇനി അടുത്ത വരിയിൽ പറയുന്നുണ്ട് ഇമാം ബുസിരി, അസ്സിദ്ഖു ഫിൽ ഗാരി വസ്സിദ്ദീഖു ലം യരിമാ വഹും യഖൂലൂന മാ ബിൽ ഗാരി മിൻ അരിമി. ഇമാം ബുസിരി റളിയല്ലാഹു തആല തങ്ങൾ തന്നെ പറയട്ടെ, അസ്സിദ്ഖു, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് മാറ്റി ഇമാം ബൂസൂരി, അസ്സിദ്ഖു വസ്സിദ്ദീഖു. എന്തൊരു ഒപ്പിക്കലാണ് ഈ ബൈത്തിലെ പടച്ചതമ്പുരാനെ. അസ്സിദ്ഖു ഫിൽ ഗാരി, അസ്സിദ്ഖു ഫിൽ ഗാരി വസ്സിദ്ദീഖു ലം യരിമാ. സിദ്ഖും സിദ്ദീഖും അഥവാ പുണ്യ നബിയും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹും ഗുഹയിലുണ്ട്. അവർ രണ്ടുപേരുമുണ്ട്. എന്നിട്ടും കുഫാറുകൾ അവിടെ വന്നിട്ടുമുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് അവര് പറഞ്ഞു, വഹും യഖൂലൂന മാ ബിൽ ഗാരി മിൻ അരിമി. അവര് പരസ്പരം ഇങ്ങനെ പറഞ്ഞു, അല്ല നിങ്ങൾക്ക് എന്താ ചങ്ങായിമാരെ പിരാന്തുണ്ടോ? ഈ ഗുഹയിലൊരു മനുഷ്യനുമില്ല എന്നവർ പരസ്പരം ഇങ്ങനെ പറഞ്ഞു. ഈ ഗുഹയിലൊരു മനുഷ്യനുമില്ല. എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു? എല്ലാ ഗുഹയിലും മക്കയിലുള്ള മുഴുവൻ മലകളിലെ ഗുഹകളിലും കയറിയിറങ്ങിയ ഖുറൈശികൾ എന്തുകൊണ്ടങ്ങനെ മറുപടി പറഞ്ഞു? എന്തുകൊണ്ടാണ് അവർ മറുപടി പറഞ്ഞത്? ഇമാം ബുസിരി റളിയല്ലാഹു തആല തങ്ങൾ തന്നെ പറയട്ടെ, വന്നുൽ ഹമാമ വവന്നുൽ അൻകബൂത അലാ ഖൈറിൽ ബരിയതി ലം തൻസുജി വലം തഹുമി.
അല്ലാഹു തആല അങ്ങനെ അവരുടെ കണ്ണുകൾക്ക് അങ്ങനെ പറയാ, അവരുടെ അങ്ങനെ കണ്ണുകൾക്ക് അങ്ങനെ നോക്കി അവരുടെ മനസ്സിനങ്ങനെ പറയാൻ തോന്നിപ്പിച്ച രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന് ലന്നുൽ ഹമാമ, മാടപ്രാവ് ഗുഹയുടെ മുഖത്ത് മുട്ടയിട്ട് കൂട്ടിയിട്ടുണ്ട്, 8 കാലി ചിലന്തി വല നെയ്തിട്ടുമുണ്ട്. ഇത് രണ്ടും ഒരു മനുഷ്യ സഹവാസം അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും സംഭവിക്കൂല. മാടപ്രാവ് മുട്ടയിട്ട് കൂട്ടിയിടുകയോ അതല്ലെങ്കിൽ 8 കാലി വല നെയ്യുകയോ ഇല്ല. അതുകൊണ്ട് അവർ പറഞ്ഞു, എന്താ മനുഷ്യരെ നിങ്ങൾക്ക് പിരാന്തുണ്ടോ? ഈ പ്രാക്കൾ ഇവിടെ ഇങ്ങനെ മുട്ടയിട്ട് കൂടുമ്പോ ഒരു മനുഷ്യ സഹവാസം ഇവിടെ ഉണ്ടെങ്കിൽ ഇവർ വരൂലല്ലോ. അതല്ലെങ്കിൽ 8 കാലി ചിലന്ത് വല നെയ്യുകയില്ല. ഇത് അല്ലാഹു തആലാന്റെ സംവിധാനമാണ്. സുബ്ഹാനല്ലാഹ്. നമ്മളെവിടെയാണ് തോറ്റുപോകുന്നത്? അവിടെയാണ് നമ്മൾ തോറ്റുപോകുന്നത്. ആധുനിക സംവിധാനങ്ങൾക്കൊന്നും നമ്മളെ രക്ഷപ്പെടുത്താൻ സാധ്യമല്ല എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരികയാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെന്തിനാണ് നമ്മൾ ഭയപ്പെടുന്നത്? അല്ലാഹുവിന്റെ വിധിയിൽ നമ്മൾ സമാധാനിക്കാൻ. അവസാനിക്കാണ് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു വളരെ ഹ്രസ്വമായിട്ട് ഇത് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ട് അവസാനം പറയുന്ന ഈ വിഷയം അവസാനിപ്പിച്ചുകൊണ്ട് അവസാനത്തെ ഒരു വരിയുണ്ട്, വിഖായത്തുല്ലാഹി. അതാണ് നമ്മുടെ പോയിന്റ്. ഞാനീ പറയലിപ്പോ നമ്മുടെ ഈ കഥ പറഞ്ഞതല്ലോ, നമ്മുടെ ഈ പോയിന്റിലേക്ക് വരികയാണ്. പോയിന്റ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. വിഖായത്തുല്ലാഹി അവനത് അൻ മുളാഫത്തിൻ മിനദ്ദുറൂഇ വൻ അലിം മിനൽ ഉതുമി. എന്തുകൊണ്ടാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻ രണ്ടുപേരെയും പിടിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല? എന്തുകൊണ്ട്? അല്ലാഹു തആല അവരുടെ കണ്ണുകൾക്ക് അന്ധത ഇട്ടുകൊടുത്തു. എങ്ങനെ അന്ധത? അവരിങ്ങനെ നോക്കിയിട്ട് പരസ്പരം പറഞ്ഞു. ആ കാരണം എന്താ? അല്ലാഹു തആലയുടെ കാവലാണ്. അപ്പൊ അല്ലാഹുവിന്റെ കാവൽ. അവസാനമായിട്ട് ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ കാവൽ എവിടെയുണ്ടായി? അതിനുവേണ്ടിയാണ് അല്ലാഹു ഇങ്ങനെ ചെയ്തു കൊടുത്തത്. വിഖായത്തുല്ലാഹി അവനത് അൻ മുളാഫത്തിൻ മിനദ്ദുറൂഇ വഅൻ അലിം മിനൽ ഉതുമി. വലിയ കോട്ടകൊത്തളങ്ങളിൽ കഴിയുന്ന മനുഷ്യ, നിന്നെ അല്ലാഹുവിന്റെ വിഖായത്തില്ലെങ്കിൽ ആധുനിക സംവിധാനങ്ങൾക്ക് നിന്നെ രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. സുബ്ഹാനല്ലാഹ്. മീനാ ദുരന്തൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് അതാണ്. 1,25,000 സഹാബത്ത് ഹജ്ജത്തുൽ വദായിൽ പങ്കെടുത്തിട്ടില്ലേ? അവരും ജംറകൾ എറിഞ്ഞിട്ടില്ലേ? പ്രിയപ്പെട്ടവരെ, എന്തുണ്ടായി? അല്ലാഹുവിന്റെ വിഖായത്തുണ്ടായി. അപ്പൊ അല്ലാഹു തആല എന്താണ് തീരുമാനിക്കുന്നത് നമുക്കറിയില്ല. ആധുനിക സംവിധാനങ്ങളെല്ലാം അല്ലാഹുവിന്റെ വിഖായത്തിന്റെ മുമ്പിൽ തോറ്റുപോകും. ഓരോ സംഭവങ്ങൾ അല്ലാഹു തആല നമ്മളെ ബോധ്യപ്പെടുത്താണ്. വിഖായത്തുല്ലാഹി അഗ്നത് അൻ മുളാഫത്തിൻ മിനദ്ദുറൂഇ വഅൻ അലിം മിനൽ ഉതുമി. നിന്റെ പരിചക്ക് നിന്നെ രക്ഷപ്പെടുത്താൻ സാധ്യമല്ല അല്ലാഹുവിന്റെ വിഖായത്തില്ലെങ്കിൽ. അല്ലാഹുവിന്റെ വിഖായത്തുണ്ടോ? ഒരു സംവിധാനം വേണ്ട. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, പടച്ച തമ്പുരാന്റെ വിഖായത്തുണ്ടെങ്കിൽ ആർക്കും നമ്മെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല. മാത്രമല്ല, നമ്മളെവിടെയാണ് മരിക്കുക എന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ വിഖായത്ത് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യം പറഞ്ഞതിലേക്ക് തന്നെ ഞാൻ മടങ്ങി വരികയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഒരുമിച്ച് കൂടുന്നതും ഇങ്ങനെ പരസ്പരം നമ്മുടെ ആദർശ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതും നമുക്ക് നല്ല നാളേക്ക് വേണ്ടിയിട്ടാണ്. അല്ലാഹു തആല അങ്ങനെ സമ്മാനിക്കട്ടെ. നല്ല നിലയിൽ മരിക്കാനുള്ള സൗഭാഗ്യം, എവിടെച്ചുകൊണ്ട് മരിക്കാണെങ്കിലും പരിശുദ്ധ ഈമാനോടുകൂടി കലിമത്ത് തൗഹീദ് ഉച്ചത്തിൽ ഉച്ചരിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം നൽകട്ടെ. അതുകൊണ്ട് കൂടുതലൊന്നും ഇപ്പൊ സംസാരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് സമയവും ഒഴിവും പോലെയൊക്കെ നോക്കിയിട്ട് ഇൻഷാ അല്ലാഹ് വല്ലപ്പോഴൊക്കെ വരാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്, പലപ്പോഴും കേൾക്കാറുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ നമ്മളൊക്കെ ഉൾപ്പെടുത്തണം, കുടുംബത്തൊക്കെ ഉൾപ്പെടുത്തണം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.